दिन से हमने ज्यादा बात नहीं किया. എല്ലാം എന്നോട് പറയാനിട്ടുണ്ട്. ലേക്കിൻ ഹമാരി ചിന്നുക നാം അവളുടെ ചെല്ല പേരാണെന്ന് എന്താ എന്നോട് പറയാതിരുന്നത്? ഭർത്താവ് ചെറുപ്പത്തിൽ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു എന്നറിഞ്ഞാൽ ഭാര്യയ്ക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ സീത, നീ വിചാരിക്കുന്നത് പോലെ സ്നേഹമല്ല എനിക്ക് അവളോട്. കുറ്റബോധം. അതെ, കുറ്റബോധം തന്നെ. പണ്ടെങ്ങോ പറഞ്ഞൊരു വാക്ക് ഞാൻ മറന്നു, അവൾ മറന്നില്ല. ഇന്നും കാത്തിരിക്കുകയാണ് എനിക്ക് വേണ്ടി. കണ്ടില്ല അറിഞ്ഞില്ല എന്നൊക്കെ നടിക്കാം. പക്ഷേ എന്തോ എനിക്കതിന് കഴിയുന്നില്ല. അവളെ കണ്ടോ? പിന്നെ ഇല്ല. കാണണം, കണ്ട് സംസാരിക്കണം, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് തിരിച്ചു പോകണ്ടേ? നമുക്കൊരു വീടുണ്ട്, ജോലിയുണ്ട്, മക്കൾക്ക് സ്കൂളുണ്ട്. പോകണ്ടേ? പോണം. 1 2 3 ഇവിടെ ജോലിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതും കളയിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? അല്ലെങ്കിൽ തന്നെ വേണ്ടോളം ചീത്തപ്പേരുണ്ട്. ഞാൻ വീട്ടിൽ പോയിരുന്നു. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതൊരു അംഗൻവാടിയാണ്. ഇവിടെ കുട്ടികളെ പഠിപ്പിക്കും. ഞാൻ കാത്തു നിൽക്കാം. എന്തേലും സംസാരിക്കാനുള്ളത് ക്ഷമിക്കുമെന്ന് പറയണം, അല്ലെങ്കിൽ മറക്കുന്നു. അല്ലേ? ക്ഷമിച്ചു, എല്ലാം മറന്നു പോരെ. ഒരു പെണ്ണ് ഇത്രയും കാലം കാത്തിരിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല. അതെന്റെ ബുദ്ധിയില്ലായ്മ. ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി കാത്തിരുന്നു. മണ്ടി. എനിക്കൊരു വിഷമമില്ല. ഇപ്പൊ ദേഷ്യം എനിക്ക് എന്നോട് തന്നെ. നാട്ടിലേക്ക് വരണമെന്നും കത്തെഴുതണമെന്നും ഒക്കെ ആലോചിച്ചിരുന്നതാ. അതിനിടയ്ക്ക് എനിക്കതൊന്നും കേൾക്കണ്ട. നിങ്ങൾക്കെല്ലാം ഉണ്ടായല്ലോ, ഭാര്യ, കുട്ടികള്, എല്ലാം. സന്തോഷമുള്ളൂ എനിക്ക്. ഇനിയും ജീവിതം പാഴാക്കണോ? ഇനി എന്ത് പാഴാകാൻ? പാഴായല്ലോ. സുകുമാരൻ കൊള്ളാം, കണ്ടുപിടിച്ച വഴി കൊള്ളാം. എന്തെളുപ്പാ. സുകുമാരനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചേ? അയാളിപ്പോഴും കല്യാണമൊന്നും കഴിക്കാതെ. അതുകൊണ്ട് ഉടനെ സുകുമാരനെ കെട്ടണം അല്ലേ? നിങ്ങൾക്കൊക്കെ അത് പറ്റും. ഒരു സ്ലേറ്റിൽ എഴുതിയതുപോലെ എന്തും വായിക്കാം, പുതിയത് എഴുതാം. ഞങ്ങള് ബുദ്ധിയില്ലാത്തവര് അത് പഠിച്ചില്ല. അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം. ചിലതൊക്കെ മായ്ക്കണം, മറക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കണമെന്ന് വാശി പിടിച്ചാൽ നടക്കുമോ? അവനിപ്പോഴും ഇഷ്ടമാണെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ എപ്പോഴും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ, അപമാനിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും എന്നെ നോക്കി സംരക്ഷിച്ചു. ആ പേര് പറയാൻ പോലും എനിക്ക് അർഹതയില്ല. സുഖുവിനോട് ഞാൻ സംസാരിച്ചു നോക്കട്ടെ? വേണ്ട, എനിക്ക് ആരുടെയും വക്കാലത്ത് വേണ്ട. ഓർമ്മയുണ്ടോ? മറക്കില്ല. എന്നെ കാത്തിരിക്കാനെന്ന് അറിഞ്ഞു പക തീർക്കാൻ. അടുക്കരുതെന്നോട്. അറിഞ്ഞുകൊണ്ട് അത്ര വലിയ തെറ്റാണ് ഞാൻ സുഖുവിനോട് ചെയ്തതെങ്കിൽ സുഖുൻ എന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യാം. വേണേ കൊല്ല, അതാ നിന്ന് തരാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് സുഖു എന്നോട് പറയണം. അന്നും ഇതുപോലെ സുഖു തന്നെ എൻ്റെ നേരെ കത്ത് കിട്ടിയത്. ഞാൻ മനഃപൂർവ്വം കുത്തിയതല്ല, അറിയാതെ കൊണ്ടു. അതല്ലടാ, എന്റെ ജീവിതത്തിൽ നീ അവളെ തട്ടിയെടുത്തില്ല. എന്നിട്ടിപ്പോ അവളെ നീ പറ്റിച്ചില്ല. എന്റെ അവളുടെ ജീവിതം നീ എന്നടാ പട്ടു. കാണാനും സംസാരിക്കണം. ഞാൻ
വിടവനെ വിടവനെ കൊല്ലിനെ കൊല്ലട്ടെ. അവനോട് നീയൊന്നും പറയാൻ നിൽക്കണ്ട, പറഞ്ഞാൽ മനസ്സിലാവാത്ത ജാതിയാണ്. എന്താണ്ടിരിക്കെ, മനസ്സിലാകുമെന്ന് നമുക്ക് നോക്കാം. എന്താ നീ ആന തളച്ചിട്ട് വരിക? അത് ചോദിക്കാൻ നിങ്ങളാരാ? ആനയുടെ മുതലാളിയാ? നിന്റെ ചൂട് ഇനി ഇറങ്ങിയില്ലേ? എടാ, അവൻ നിന്നോട് വഴക്കിനൊന്നും വന്നതല്ല. പിന്നെന്താ ഉമ്മ വെക്കാൻ വന്നതാ? ആ, ഉമ്മ വയ്ക്കാൻ പറ്റിയ ഒരു മോന്ത. എടാ, അതൊക്കെ പോയി ആ രാഗിണിയോട് പറ. ഒരുവരെ കുണഞ്ഞ വർത്താനം എടുത്ത് പറഞ്ഞാണല്ലോ. എന്നോട് കിട്ടാറുണ്ടാ അത് കൊള്ളാം. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? എടാ, അവന് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. ആർക്ക്? ദാ അവന്. പിന്നെ അവൻ വെട്ടുപോത്ത് നോക്കണ എന്ത് നോക്കണല്ലോ. എനിക്ക് അവന്റെ ഒരു പുല്ലും കേൾക്കണ്ട. അവിടെ നിന്ന പറയട്ടെ, നീ കുട്ടികളെ പോലെ അവിടെ നിക്കാൻ ഇങ്ങോട്ട് വാ. ഇതെടുക്കാൻ മറന്നു. എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നേ? വഴി മാറ്. വഴി മാറാൻ തന്നെയാ വന്നത്. ഇങ്ങോട്ട് വാടോ. അങ്ങോട്ട് ചെല്ലടാ. രാവിലെ പറഞ്ഞില്ലേ സ്ലേറ്റിൽ എഴുതിയ പോലെ മായ്ക്കാൻ പറ്റില്ല എന്ന്. മായ്ക്കാം, കാലം മായ്ച്ചോളും. പക്ഷെ ഇവിടെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുക, മായ്ക്കാൻ പറ്റില്ല. ചേരേണ്ടവർ നിങ്ങളാ, വഴി മുടക്കുന്നത് ഞാനാ. ദാ ഞാൻ വഴി മാറുന്നു. സാരല്ല, കണ്ണീരുള്ളു ശുദ്ധാക്കും, കനപ്പ് പോവും, കരഞ്ഞു തീരട്ടെ. എന്നാ അവര് കരഞ്ഞു തീർക്കട്ടെ, അതിന് വഴി മുടക്കി നിൽക്കണോ? ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, അവളോടും. ഞാൻ പോണതിന് മുമ്പ് കാണാം. ഒക്കെ ശരിയാവും. സമ്മതിച്ചു നിന്നെ. അല്ല, വെട്ടുപോത്തിനെ പോലെ ഇങ്ങനെ കൊല്ലാൻ വന്നവനെ നീ എന്ത് പറഞ്ഞാ മയക്കേ? മനുഷ്യന്മാർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ലോകത്തിലില്ല. അതിനിത്തിരി ധൈര്യവും ക്ഷമയും മാത്രം മതി. ഇതൊന്നും നിനക്ക് പണ്ടുണ്ടായിരുന്നില്ലല്ലോ, എവിടുന്ന് പഠിച്ചു? 2 ഗുരുക്കന്മാരാ എനിക്ക്. ഒന്നീ ജീവിതം, ഒന്നെന്റെ ഭാര്യ. കലി കിടങ്ങിയപ്പോ എനിക്ക് തോന്നി അയാൾ പറഞ്ഞത് ശരിയാണെന്ന്. അയാളെ തെറ്റു പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും അല്ലല്ലോ നടക്കണത്. ഇങ്ങനെയൊക്കെ നടക്കണമെന്നുണ്ടാവും. ഞാൻ പറയണത് കേക്കണുണ്ടോ? എന്നെ നിനക്കിനി അങ്ങനെ കാണാൻ പറ്റണില്ലെങ്കിൽ ആങ്ങളായിട്ട് തന്നെ കണ്ടാ മതി. ആനയെ തിളച്ചില്ല. ഞാൻ പോയിട്ട് പിന്നെ വരാം. അല്ലെങ്കിൽ നീ വീട്ടിലേക്ക് വാ. സുഖേട്ടാ, എന്തിനാ ഇങ്ങനെ സ്നേഹിക്കണേ? ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും. അത് എന്ന് ചോദിച്ചാ എനിക്കിഷ്ടമുണ്ടായിട്ട്. അങ്ങനെ ആ കാര്യം കഴിഞ്ഞു. ഞാൻ പേടിച്ചു, വല്ല അടിയും വഴക്കും ഉണ്ടാക്കുമെന്ന. ഞാനിപ്പോ ഒരു പാവമല്ലേ, പഴയ സ്വഭാവമൊക്കെ എന്നെ വിട്ടു. നല്ലൊന്ന് പൊട്ടിക്കേണ്ടി വന്നു. ഏട്ടൻ വന്നിട്ടുണ്ടോ? കാർ കിടക്കണം. അമ്മ വിളിച്ചു വരുത്തിയതാ. എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പം? എല്ലാരും കൂടി ഭയങ്കര സംസാരമായിരുന്നു. അവസാനം അമ്മ കരഞ്ഞു. ഒരു കാര്യം എല്ലാവരും ആലോചിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താ നിക്കണ കേസാ. ആര് നിൽക്കും? വാദിവാദം നിൽക്കും. വെളിയിൽ ജയിക്കും. ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം രവികളിന് 2 കുട്ടികൾക്കും ഈക്വൽ ഷെയറിന് അവകാശമുണ്ട്. ദാറ്റ്സ് ഓൾ. എന്തോട്ട് സക്സഷൻ ആക്ട്? നമുക്ക് ഏതെങ്കിലും കൊള്ളാവുന്ന വക്കീലിനെ കാണാം. അതെ, അങ്ങനെ അങ്ങോട്ട് കളിയാക്കൊന്നും വേണ്ട.
ഞങ്ങൾക്ക് കോടതിയിൽ അല്പം നെർവസ് ഒക്കെ ആയിരിക്കും, പക്ഷെ ലോ പോയിന്റുകൾ പച്ചവെള്ളം പോലെയാ. കോടതി കേസൊന്നും വേണ്ട. അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? രവിയേട്ടന്റെ മക്കൾക്ക് അവകാശമുള്ളത് നമ്മൾ കൊടുക്കുക തന്നെ വേണം. എന്തായാലും അത് നമ്മൾ ചെയ്യണം. ഒന്ന് പോടി കൊടുന്ന്. നീ കൊടുത്തോ. അമ്മയല്ല ആര് പറഞ്ഞാലും ഒരു പൈസ ഞാൻ കൊടുക്കൂല. ഇവളൊരു കഴുത, ബുദ്ധിയില്ല ബോധമില്ല. എനിക്ക് ബുദ്ധിയില്ല ബോധമില്ല, നിങ്ങൾക്ക് കണ്ടല്ലോ, അത് മതി. ഞാൻ അമ്മയുടെ ഭാഗത്ത. രവിയേട്ട, രാവിലെ മുതൽ അമ്മ അന്വേഷിക്കുക. എന്താ, ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു പ്രശ്നമായോ? എന്താ ഏട്ടാ, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ കോടതിയുടെയും കേസിന്റെ കാര്യം പറഞ്ഞാട്ടു. എന്താ സനന്ദേ? ഓ, ഒന്നും അറിയാത്ത പാവം അളിയൻ വിളഞ്ഞ പുള്ളിയാണ് കേട്ടോ. എല്ലാ കളിയും കളിച്ചിട്ട് മാറുക, എന്നിട്ട് പിന്നിലിരുന്ന് ഇങ്ങനെ വലിക്കുക. കൊച്ചു കള്ള. കൈയെടുക്കടാ. ചൂടാവല്ലേ? ഒന്നുമില്ല, നീ പോയിക്കോ അങ്ങോട്ട്. കാര്യം എന്താ വെച്ചാ പറയേ, ആരെങ്കിലും. കാര്യം ഇത്രയേ ഉള്ളൂ. അച്ഛനുള്ളപ്പോൾ ഭാഗം കഴിഞ്ഞതാ. 5-8 കൊല്ലായി. ഒക്കെ ഭൂമിയാ. ഞങ്ങൾ അതൊക്കെ എടുത്ത് അലമാരി വെച്ചേക്കല്ല. ചിലർ വിറ്റു, ചിലർ ബാങ്കിൽ സെക്യൂരിറ്റി വെച്ച് ലോൺ എടുത്തു. അമ്മ എപ്പോൾ പറയണു രണ്ടാമത് ഭാഗിക്കണമെന്ന്? എന്തിനെ? എന്തിനാണെന്ന് ഞങ്ങൾ എങ്ങനെ പറയാം? അമ്മയെ കൊണ്ട് പറയാൻ പറ്റുക ഞങ്ങളല്ലല്ലോ. പിന്നാരാ? ഞാനോ? എനിക്കെന്തിനാ ഇവിടെ ഭൂമിയും സ്വത്തുക്കളും? ഞാൻ അന്യനാട്ടിൽ ജീവിക്കുന്ന ഒരാൾ. എനിക്കവിടെ സ്വന്തമായിട്ടൊരു മുറി അടുക്കളയുണ്ട്, അത് തന്നെ ധാരാളം. പിന്നെ എനിക്കിവിടെ കുറെ ഭൂമി കിട്ടിയിട്ടെന്തിനാ? വിൽക്കാലോ? വിറ്റ് പണമായിട്ട് കിട്ടിയാ പുളിക്കോ? എൻ്റെ പൊന്നു മോളെ, പുളിക്കൊന്നുമില്ല, എന്നാലൊട്ടും മധുരിക്കോ ഇല്ല. ഇക്കണ്ട കാലം മുഴുവൻ എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്നതുകൊണ്ട് സുഖമായിട്ട് ജീവിച്ചയാളാ രവിയേട്ടൻ. പിന്നെ എനിക്ക് 2 പെൺകുട്ടികളാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവർ വഴിയാധാരായി പോരെന്നൊരാശയുണ്ട്, അത്രേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ പൊന്നും പണമൊന്നും എനിക്ക് വേണ്ട. അപ്പോ പിന്നെ അമ്മ ഈ പറയണതോ? എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. എന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്ക്, അല്ലെങ്കിൽ കോടതി കയറേണ്ടി വരും. അളിയോ, രവി ഇപ്പോൾ ഒരു പാവ. കോലിട്ട് കുത്തിയാൽ പോലും കടിക്കാൻ നിൽക്കാറില്ല. എന്ന് വെച്ച് മോശക്കാരനൊന്നുമല്ല. കോടതി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ, അതൊക്കെ ഞാനും കുറെ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ജീവിച്ച ആളാ. ചിലപ്പോൾ ചില അണ്ടർവേൾഡ് കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അയ്യോ, അവിടെ കേസും വകുപ്പൊന്നും നടക്കില്ല കേട്ടോ. തോക്കും പിടിയുള്ളൂ. ഗംഗേട്ടൊന്ന് പേടിക്കാതിരിക്കേ. അതിലും വലിയ മാഫിയ കണക്ഷൻസ് എനിക്കുണ്ട്. ഓ, ആ, അമ്മേ, സ്വത്തുക്കളൊക്കെ വീണ്ടും ഭാഗിക്കണം നമ്മ പറഞ്ഞു. പറഞ്ഞു. നിനക്ക് അവകാശപ്പെട്ടതാ. എന്തിന്? എനിക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അച്ഛനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തിനാ അമ്മ ഇവിടെ സ്വത്തും ഭൂമിയൊക്കെ? അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് പോകൂലേ? എങ്ങടെ? എങ്ങിട്ടുന്ന അതുകൊള്ള. എനിക്ക് അവിടെ ഒരു ജോലിയും കുട്ടികളുടെ പഠിപ്പൊക്കെ ഇല്ലേ? നീ ജോലി എടുത്ത് കൊണ്ടുവന്നിട്ട് വേണ്ട ഇവിടെ ജീവിക്കാൻ. ഇനി അന്യ നാട്ടിൽ പോയി നരയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടികൾക്ക് എവിടെയുണ്ട് സ്കൂള്? അമ്മ എന്താ ഈ പറയണേ? ഞങ്ങൾക്ക് അവിടെ ഒരു കൊച്ചു വീടുണ്ട്. എന്താ ഈ വീട് നിനക്ക് സുഖം പോരെ? പോരെങ്കിൽ പൊയ്ക്കോ. ആരും വേണ്ട എനിക്ക്. എല്ലാവർക്കും അവരവരുടെ കാര്യം. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോന്നേ? കണ്ടു മോഹിക്കാണ്ട് നേരത്തെ അങ്ങോട്ട് ചത്തുകെട്ട് പോയാ മതിയായിരുന്നു. സീത, അമ്മ പറയുന്നത് കേട്ടോ, നമ്മളെ പോവാൻ സമ്മതിക്കില്ലാന്ന്. അയ്യോ അമ്മേ, പോകണം. മോളെ, ഇനി നിന്റെ വീടിതാ. ലച്ചുവിനെ പിരിഞ്ഞാൽ നിനക്ക് സഹിക്കോ? പറ, സഹിക്കോ? ഞാൻ നീറി നീറി ജീവിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയെന്നറിയോ? ഇനി എന്റെ മോനെ എന്നീന്ന് പിരിച്ചുകൊണ്ടുപോകരുത്. ഈ അമ്മയുടെ അപേക്ഷയാ. അമ്മ കുറച്ചു കാലെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. ഞങ്ങള് വർഷാവർഷം വന്നാ പോരമ്മേ? പോരാ, എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ മരിക്കുന്നത് വരെയെങ്കിലും. ഫോണുണ്ട്. ആരാ? ഹരി. ആ, നീ ഇത് എവിടുന്നാ? ഞാൻ കോയമ്പത്തൂർ പോണ വഴിയാ. നീനയുടെ അച്ഛനെ ഒന്ന് കാണണം. ഇല്ല, ഒറ്റയ്ക്കാ. അവൾക്ക് ഒരു തലവേദന. മാത്രമല്ല, ഞാൻ ചിലപ്പോൾ മദ്രാസ് വരെ ഒന്ന് പോകും. ആ, അത് ഏട്ടൻ പറഞ്ഞ പോലെ തന്നെയായി. രവിയേട്ടൻ തിരിച്ചു പോണില്ലെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ കഴുതേ. അവൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ പോവോ? അമ്മയെ മണിയടിച്ച് അവന് വേണ്ടത് അവൻ മേടിക്കും. നീയും സുനന്ദയും ഗീതൊക്കെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ എൻ്റെ പേര് രാജ്യത്തുനിന്നല്ല. അമ്മയുടെ പേരിലുള്ള വീടും പറമ്പും നമുക്ക് 4 പേർക്കെ കിട്ടുന്നുള്ള ഒറ്റ വിശ്വാസത്തില് ഞാൻ. അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഏട്ടൻ അറിയാലോ. ഞാനെന്ത് ചെയ്യാനാ? ആദ്യം എൻ്റെ വാക്ക് അനുസരിക്കാൻ. എല്ലാവർക്കും വലിയ സിമ്പതി ആയിരുന്നല്ലോ. ഹലോ ഹലോ,
ഹലോ ഛേ റേഞ്ചില്ല. രവി പോണില്ലാന്ന്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അമ്മയുടെ പേരിലുള്ള വീടും പറമ്പും അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാന്നാണല്ലോ ബില്ലില്. അത് രവിക്ക് കൊടുത്തോട്ടെ. ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടല്ലോ. ഓ, ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഞങ്ങൾ അന്വേഷിച്ചോളാം. ഡോക്ടർ രാധ അത് ഇടപെടണ്ട. ഇതെന്തൊരുറക്കം എന്റെ മനുഷ്യ. ഇവിടെ കിടക്കപ്പായ്ക്ക് തീ പിടിക്കുമ്പോഴാ ഒടുക്കത്തൊരുറക്കം. തലമണ്ടയ്ക്കകത്ത് നിങ്ങളുടെ അല്ല എന്റെ, പിന്നെ എന്റെ മക്കളുടെ. നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അല്ലേലും നിങ്ങളൊന്നും കാണില്ല. സ്വന്തം അനിയൻ വീട്ടിൽ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോ കയ്യും കെട്ടി ഇറങ്ങി പോന്നവനല്ലേ. ഇപ്പതാ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അതിന് വല്ല വകുപ്പുണ്ടോ നോക്കാൻ പറഞ്ഞപ്പോ ഇരുന്ന് തൂങ്ങുന്നു. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒന്നും രണ്ടുമല്ല, 9 ഏക്കറും ഈ ബംഗ്ലാവുമാണ്. 1 കോടിയാ ഒരാൾക്ക്. ഈ സെന്റിമെന്റ്സും പറഞ്ഞ് അത് കളഞ്ഞാൽ ഞാൻ എൻ്റെ വഴിക്ക് പോവും. ഞാനായിട്ട് കിട്ടേണ്ടൊക്കെ കിട്ടിയില്ലേ? ആ, ഇനി തീർന്നില്ല ഈ പണത്തിന് ആർത്തി. കല്യാണത്തിന് മുൻപ് എന്റെ പിന്നാലെ നടന്നിരുന്ന കാലത്ത് എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? എനിക്ക് നിന്റെ സ്വത്ത് വേണ്ട, പണം വേണ്ട, നിന്റെ കണ്ണുകൾ മാത്രം മതിയെന്ന്. എടി, അത് പ്രേമിച്ചിരുന്ന കാലത്തല്ലേ. അന്ന് നിന്റെ കണ്ണുകൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ഇതിലും നല്ല കണ്ണുകൾ വേറെ ഉണ്ടല്ലോ. പിന്നെ ധാരാളം. ഈ ലോകത്ത് എത്ര വെറൈറ്റി കണ്ണുകളാ. ഓ, പക്ഷേ എനിക്കിപ്പോ കണ്ണുകളോടല്ല പ്രേമം, പണം. അതെത്ര കിട്ടിയാലും ഇഷ്ട. ഇനി മതി, കടച്ചിൽ കുറഞ്ഞു. ഉറക്കം വരുന്നെങ്കിൽ മോൻ പോയി കിടന്നോ. വേണ്ട, അമ്മ ഉറങ്ങിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. നിന്റെ മുഖം എന്താ വാടിയിരിക്കണേ? ഏയ് ഒന്നുമില്ല. അതല്ല, അമ്മയ്ക്ക് കണ്ടാൽ അറിയില്ലേ. പറ, എന്താ? വേറൊന്നുമില്ല, എന്റെ ജോലി പോയിട്ടുണ്ടാവും ഇപ്പോ. അതിനെന്തിനാ വിഷമിക്കണേ? അത്ര നല്ല ജോലിയാ. ജോലി സ്വീപ്പറാ. എന്നാലും 5-8 കൊല്ലം എന്നെ പോറ്റിയതല്ലേ. അത് പോകുമ്പോ എന്തോ ഒരു സങ്കടം. ഇവിടെ ഈ കൃഷിയും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തിയ എല്ലാരെക്കാളും നന്നായിട്ട് നിനക്കും നിന്റെ മക്കൾക്കും ജീവിക്കാം. പിന്നെന്താ? അതെ. അളിയനെന്താ ഉറങ്ങിയില്ലേ? ഞാനും ഹരിയും കൂടെ ഒരു സ്മോളൊക്കെ കഴിച്ചങ്ങനെ ഇരുന്നു. നിന്റെ കുടുംബം നീ കലക്ക് വരണം. വിടന്നെ, ഞാൻ കാല് പിടിക്കാം. കൊന്നുകളെ ഞാൻ അടക്കടിക്കുന്നത്. തെമ്മാടിത്തരം കാണിക്കുന്നുള്ളൂ. വിടില്ല തന്നെ ഞാൻ. ഹരി ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണോ താൻ ഇവിടെ വന്നത്? പറടാ, പറയാൻ. ഞാനോ? സ്വന്തം അനിയന്റെ ഭാര്യയല്ലോ, പെങ്ങളെ പോലെ കാണണ്ട അവളെ. എന്താ സുരേഷ് നാരിത്തരം കാണിക്കുമ്പോ ഓർക്കണം. എന്താ പ്രശ്നം? ഇയാളോ അങ്ങനെ ശരിയാവില്ല. ഗംഗേട്ടാ, എന്താ എന്താ ഏട്ടാ? എന്താ സുരേഷ് ഏട്ടാ? നീ പോയേ, നാറ്റ കേസാ. എന്റെ നീനെ കിടന്നുറങ്ങുമ്പോ വാതിലടച്ചൂടെ? രാജേട്ടൻ പറഞ്ഞപ്പോ ചെറുപ്പകാലത്തെ ചില കുസൃതിയാണെന്ന് ഞാൻ കരുതിയുള്ളൂ. ഭാര്യയും 2 പിള്ളേരും അതിലോടോ തനിക്ക്. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? എന്താ ഗംഗേട്ടാ ഇതൊക്കെ? പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. പറയൊന്നും വേണ്ട, മനസ്സിലായി. ക്യാ ഹുവാ? വിളിച്ചോണ്ട് പോ ഭർത്താവിനെ. രാത്രിയായ മുറിക്ക് പുറത്ത് വിടണ്ട. ഇവിടെ വേറെ പെണ്ണുങ്ങളുള്ളതാ. എന്താ എന്താ പറയുന്നത്? ഇതാ ഇവളൊട്ടും ശരിയല്ല. എനിക്കിപ്പോഴും ഒന്നും മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിൽ വേണ്ട. വല്ലതും സംഭവിച്ചോ നീനെ? ആ, അതിനു മുമ്പ് ഞാൻ കണ്ടു. ആ, വാതിൽ തുറന്ന് അകത്ത് കയറി, എന്നിട്ട് കാഴ്ച കണ്ട് നിൽക്കുക. എന്താ കഥ? എന്താ ഇവിടെ ഒരു ബഹളം കേട്ടെ? ബഹളം ഒന്നുമില്ല, അമ്മ കിടന്നോളൂ. എന്തിനാ അമ്മ വിളിക്കണേ? അമ്മ അറിയട്ടെ പുന്നാരമോന്റെ സ്വഭാവം. മനസ്സിലാവുന്നത് പോലെ പറഞ്ഞാ മനസ്സിലാവും. ഹരി കോയമ്പത്തൂർക്ക് പോയിരിക്കാം. ആ തക്കത്തിന് രവിയേട്ടൻ നീനയുടെ മുറി കയറി കണ്ണടിച്ച് പൊട്ടിച്ചു കളഞ്ഞാൻ. അനാവശ്യം പറഞ്ഞ. ഓ, അനാവശ്യം കാണിക്കാം.
സുരേഷ് കണ്ണുകൊണ്ട് കണ്ടതാ. ആര്? ആ ഞാൻ ഗംഗേട്ടനോട് അത്യാവശ്യം ഒരു കാര്യം പറയാൻ വരുമ്പോഴാ രവിയളി എന്താ ഇവിടെ നിന്നിങ്ങനെ പരുങ്ങുന്നു. എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുറച്ചു നേരം അവിടെ മാറി നിന്നു. അപ്പൊ ദാ വാതിലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കുക. പിന്നെ വാതിൽ തുറന്ന് അകത്ത് കയറി. എന്തെങ്കിലും മോഷ്ടിക്കാനാവുന്ന ഞാൻ കരുതിയത്. നോക്കിയപ്പോ കട്ടിലിന്റെ അടുത്ത് വന്ന് നിന്ന് നീനെ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് രസിക്കണം. ശരിയാണോടി? ഞാൻ കണ്ടില്ല. വഴക്കുടനെ ശബ്ദം കേട്ടപ്പോഴാ ഞാൻ ഉണർന്നത്. അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ല. പഴയ സ്വഭാവം മാറോ? ഉം. പാവം ആ പ്രേമ. പഴയ കഥയൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊന്നും വിളമ്പണ്ട. എല്ലാരും പോ. വാതിലടിച്ച് കുറ്റിയിട്ട് കിടക്കടി. ആ കുറ്റിട്ടോ. ഓ, സ്വന്തം മുറിയിൽ കുറ്റിയിടാത്താണ് ഇപ്പൊ കുഴപ്പം. അമ്മയ്ക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഇപ്പൊ രവിയേട്ടൻ മതി. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെ. ഞങ്ങൾ അന്യന്മാര് പുറത്ത്. എനിക്കിത് കിട്ടണം. ഇനി എന്തിനാ കുറ്റി ഇടിച്ച പോലെ നിൽക്കണം? പുറത്താരും അറിയണ്ട.